നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 696 696. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം 193 സർഗം ലീലാകാണ്ഡത്തിൽ കുചേലചരിതം ഭാഗം 4 21 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. മൂർധാവിൽ കൈകൾ വെച്ചോതി 3 പേരോടും ഇങ്ങനെ അതാതാളുടെ ദേഹത്തെ പോലും ഓർക്കാതെ കേവലം. ഇനി അടുത്ത ശ്ലോകം. ഞങ്ങൾക്കു വേണ്ടി ഈ വണ്ണം മാഴിയല്ലോ കിടാങ്ങളെ, മറന്നിടില്ല ഞാനെന്നും ഈ മഹത്തായ സേവനം. സാന്ദീപിനി മഹർഷി ശ്രീകൃഷ്ണ ബലരാമ സുധാമാദികളെ കുറച്ച് വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാനനത്തിലേക്ക് അയച്ചു. വൈകുന്നേരം മടങ്ങി വരുന്നതിൻ്റെ മുമ്പേ തന്നെ വലിയൊരു മഴക്കോളിൽ പൊട്ടു അവർ. അന്നത്തെ രാത്രി മുഴുവൻ ആ കാട്ടിൽ കിടക്കേണ്ടി അവർ എങ്ങനെയൊക്കെ കൂടിക്കഴിഞ്ഞു. പിറ്റേ ദിവസം സാന്ദീപിനി മഹർഷി ഇവരെ തെരഞ്ഞു പോവാണ്. തെരഞ്ഞു പോയപ്പോൾ ഇവരുടെ എന്താണെന്നാ പറയുക, ഉത്തരവാദിത്തത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഈ വണ്ണം മഴിയല്ലോ കിടാങ്ങളെ. ആശ്രമത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എൻ്റെ ഭാര്യ പറഞ്ഞു കുറച്ച് വർഗ് കൊണ്ടുവന്നാൽ തരക്കടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സന്നദ്ധരായിട്ട് പോയിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നത് ഏതോ ഒരു ദൈവത്തിൻ്റെ, ഇവിടെ കൃഷ്ണൻ ഈശ്വരനാണെന്ന് അദ്ദേഹത്തിന് അറിയാം, നിയോഗം മാത്രമാണ്. മറന്നീടില്ല ഞാനെന്നും ഈ മഹത്തായ സേവനം. ഞാൻ ഒരിക്കലും ഈ മഹത്തായ സേവനം മറക്കില്ല. അപ്പോൾ ഗുരുനാഥനോട് ശിഷ്യന്മാർക്കുള്ള താല്പര്യം, ശിഷ്യന്മാരിൽ ഗുരുനാഥനുള്ള താല്പര്യം, അതാണ് ഇവിടെ പ്രയോഗശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയുന്നു, ശിഷ്യൻ്റെ സർവനന്മയ്ക്കും കാരണം ഗുരുഭക്തിയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും എൻ്റെ പരിമിതികൾ വെച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എൻ്റെ ഗുരുനാഥനാണ്. നിങ്ങൾ തരുന്ന ഓരോ നമസ്കാരവും പട്ടാമ്പിക്കുള്ളതല്ല, എൻ്റെ ഗുരുനാഥനുള്ളതാണ്. ഇതാണ് പറഞ്ഞത്, ശിഷ്യൻ്റെ സർവനന്മയ്ക്കും കാരണം ഗുരുഭക്തിയാം. സർവവിദ്യകളും നിങ്ങൾക്കെന്നും സഫലമായി വരും. സർവവിദ്യകളും നിങ്ങൾക്ക് സഫലമായി വരുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടന്നതാണ്. ഈ മട്ടിൽ എത്രയും കാണും അതെല്ലാം ഓർമ്മയില്ലയോ, ഈ മട്ടിൽ എത്രയും കാണും അതെല്ലാം ഓർമ്മയില്ലയോ, ഗുരുകാരുണ്യമാർന്നീടിൽ മാത്രം ശോഭിക്കും ഏവനും. ഗുരുകാരുണ്യമാർന്നീടിൽ മാത്രം ശോഭിക്കും ഏവനും. പഠിച്ചത് കൊണ്ടായില്ല, പഠിച്ചത് ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അതാണ് ഗുരുചരണം മമ ശരണം. എൻ്റെ ശരണം എൻ്റെ ഗുരുവിൻ്റെ പാതാരവിന്ദത്തിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മട്ടിൽ എത്രയും കാണും അതെല്ലാം ഓർമ്മയില്ലയോ, ഗുരുകാരുണ്യമാർന്നീടിൽ മാത്രം ശോഭിക്കും ഏവനും. സുധാമാവിൻ്റെ വൃത്താന്തമൊന്നും ചൊല്ലിയില്ല ഇതേവരെ, സുധാമാവിൻ്റെ വൃത്താന്തമൊന്നും ചൊല്ലിയില്ല ഇതേവരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാണ്,
അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്താ സുധാമാവേ അങ്ങയുടെ കാര്യങ്ങൾ എന്നോടൊന്നും പറയാത്തത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. സുധാമാവിൻ്റെ വൃത്താന്തമൊന്നും ചൊല്ലിയിലായി ദേവരെ, സർവേശ്വരൻ്റെ മൊഴി ഓതിനാൻ അന്തണോത്തമൻ. അന്തണൻ എന്ന് പറഞ്ഞാൽ അന്തണരെ ബ്രാഹ്മണ്യമുള്ളവൻ. അതിൽ ഉത്തമനായ സുധാമാവ് മറുപടി പറയണം. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഭാഗം 1, 2, 3, 4 ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ 6 ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇന്നലെ ആയിരുന്നു കുചേലോപാഖ്യാനം. അപ്പോൾ അതൊരു കോയിൻസിഡൻ്റ്. പക്ഷേ എനിക്കുള്ള സന്തോഷം ഇതൊക്കെ ഇങ്ങനെ വായിക്കാനും പറയാനും സാധിക്കണം തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ കൃഷ്ണൻ്റെ തിരുവുള്ളത്തിലോർത്തിയിടുന്ന മാതിരി കുചേലൻ പറയാം, കൃഷ്ണൻ്റെ തിരുവുള്ളത്തിലോർത്തിയിടുന്ന മാതിരി എനിക്ക് അല്ല എങ്ങും ഏവർക്കും സംഭവിപ്പൂ മഹാപ്രഭു. എന്താ പറഞ്ഞത്? അങ്ങ് ഉള്ളിൽ ആലോചിക്കുന്ന പോലെ എനിക്കല്ല എങ്ങുമേ ഏവർക്കും സംഭവിപ്പൂ മഹാപ്രഭു. അങ്ങ് പറയണ കൂടുതൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളല്ലേ നടക്കുക. സത്യസങ്കൽപ്പനാം സർവേശ്വരനോടൊപ്പം അങ്ങനെ ഗുരുഗേഹത്തിൽ വാണുള്ളോരെ എനിക്കെന്താ സാധ്യമാം. ആരാ പറഞ്ഞത്? സുധാമാവ് എന്ന് കുചേലൻ ഭഗവാനോട് പറയാണ്, സത്യസങ്കൽപ്പനാം സർവേശ്വരനോടൊപ്പം അങ്ങനെ ഗുരുഗേഹത്തിൽ വാണുള്ളോരെനിക്ക് എന്തെന്ത് അസാധ്യമാം. ശരിക്ക് പറഞ്ഞു ഇല്ലേ? എനിക്ക് പഷ്ണിയാണ് അല്ലെങ്കിൽ പരിവട്ടാണെന്ന് പറഞ്ഞോ? ഇല്ല. അതാണ് ഒരു യഥാർത്ഥ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഭക്തൻ്റെ അവസ്ഥ. നിഷ്കാമകർമ്മം ചെയ്യുന്ന ഭക്തൻ്റെ അവസ്ഥ. ഭഗവാനോടൊന്നും ചോദിക്കില്ല. നമ്മൾ നാണവും മാനവും ഇല്ലാണ്ട് എനിക്ക് കാറ് വേണം, വീട് വേണം, ഭംഗിയുള്ള ഭാര്യ വേണം, ഭർത്താവ് വേണം, AC വേണം അല്ലേ, എന്തൊക്കെ നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ കണ്ട് ജീവിച്ചാലാണ് സംതൃപ്തി. ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ അനർഹമായത്, അത് എപ്പോഴും അനർഹമായത്. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എല്ലാവർക്കും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ വെക്കണം. കൂടുതൽ എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇൻവെർട്ടർ ഡബിൾ വെച്ച ആൾക്കാരുണ്ട് എന്നുള്ളത്. അത് പിന്നെ ജനറേറ്റർ വെക്കുന്ന ആൾക്കാരുണ്ട്. കാശുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. പക്ഷെ അതേപോലെ തന്നെ എല്ലാവർക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അതിൽ നമ്മൾ പരിഭവിക്കാൻ പാടില്ല. എപ്പോഴും ഡോണ്ട് കമ്പയർ വിത്ത് എനിബഡി. നമുക്ക് എന്തുണ്ട് അതിൽ സ്ഥായിയായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായാൽ മതി. അപ്പോൾ സത്യസങ്കൽപ്പനാം സർവേശ്വരനോടൊപ്പം അങ്ങനെ ഗുരുഗേഹത്തിൽ വാണുള്ളോരെനിക്ക് എന്തെന്താ സാധ്യമാം. വേദങ്ങൾ നിശ്വാസം. ഭഗവാന്റെ കാര്യമാണ് പറഞ്ഞതേ. ഭഗവാൻ ആരാ? കൃഷ്ണൻ ആരാ? വേദങ്ങൾ നിശ്വാസം അനന്തസമ്പൽ സമൃദ്ധികൾക്കും വിളഭൂമി. അനന്ത പറയാൻ പറ്റില്ല എത്രയാന്നുള്ളത്. അനന്ത സമ്പൽ സമൃദ്ധികൾക്കും വിളഭൂമി. ദേഹം ആ മട്ടിൽ മിന്നുന്ന പരാൽപരന് പഠിപ്പ് ലീലാകുതുകം നിമിത്തം. 64 കലകളും 64 ദിവസങ്ങളെ കൊണ്ടാണ് സാന്ദീപനി ആശ്രമത്തിൽ കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ് വേദങ്ങൾ നിശ്വാസം അനന്തസമ്പൽ സമൃദ്ധികൾക്കു വിളഭൂമി. ദേഹം ആമട്ടിൽ മിന്നുന്ന പരാൽപരന്, പരമമായ ഈശ്വരന് എന്നർത്ഥം. പരാൽപരന് പഠിപ്പ് ലീലാകുതുകം നിമിത്തം എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചു. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 93 സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 194 സർഗത്തിലേക്ക് പോവാണ്. അതെന്താ? കുചേല ചരിതം ഭാഗം 5. ഈ വണ്ണം ഓരോ സല്ലാപം ചെയ്തുകൊണ്ട് ഇരുപേറുകളും രുക്മിണി മണിമഞ്ചത്തിൽ വെൺപട്ടും മൃദുമെത്തയിൽ. നോക്കണം, സാധാരണ ഗൃഹസ്ഥാശ്രമികൾ ആരും ആയിക്കോട്ടെ, ഗൃഹസ്ഥൻ്റെ
കട്ടിലിൽ കയറിയിരിക്കരുത്. അതൊരു അഖിലത നിയമമാണ്. അതിനാണ് ഫ്രണ്ട് റൂം അല്ലെങ്കിൽ ഗസ്റ്റ് റൂം. ഇവിടെ അങ്ങനെയല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ ഭക്തിയാണ്, പ്രത്യേകിച്ച് കുചേലൻ. പ്രത്യേകിച്ച് ഈ വണ്ണം ഓരോ സല്ലാപം ചെയ്തുകൊണ്ട് ഇരുപേറുകളും രുക്മിണി മണിമഞ്ചത്തിൽ വെൺപട്ടു മൃദുമെത്തയിൽ ഭക്തനും ഭഗവാനും ചേർന്നൊരുമിച്ചുല്ലസിക്കവേ ഓർത്താൻ വിശേഷൻ ഉൾപൂവിൽ എനിക്ക് അമ്പേന്തി നൽകുവാൻ. എനിക്ക് സന്തോഷഭരിതമായിട്ട് ഇയാൾ എന്താ കൊണ്ടുവന്നിട്ടുള്ളത് തരാൻ? അതായത് കുട്ടികളെ കാണാൻ പോകുന്നവർ, പ്രായമായിട്ടുള്ളവരെ കാണാൻ പോകുന്നവർ, ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ആരും വെറും കൈയോട് പോകാൻ പാടില്ല എന്നാണ് നിയമം. എന്തെങ്കിലും അമൂല്യമായിട്ടുള്ളത് കേട് വന്നതൊന്നും കൊണ്ടുപോകരുത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും എടുക്കാത്ത വാല്യൂ അല്ലാത്ത 500-ൻ്റെയും 2000-ൻ്റെയൊക്കെ നോട്ട് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മോശമാണതൊക്കെ. അപ്പോൾ ഭക്തനും ഭഗവാനും ഒരുമിച്ച് ഉല്ലസിക്കവേ ഓർത്താൻ വിശേഷൻ ഉൾപൂവിൽ എനിക്ക് അമ്പേന്തി നൽകുവാൻ കൊടുത്തയച്ചൊരവിലിൻ പൊതിയൻ മുമ്പിൽ വയ്ക്കുവാൻ ലജ്ജ മൂലം ഒളിപ്പിച്ചുകൊണ്ടിരിപ്പു മഹാമതി. ഭഗവാൻ സർവജ്ഞനാണ്. എപ്പൊരിക്കൽ തൻ്റെ ഭക്തനായിരിക്കുന്ന കുചേലൻ്റെ കയ്യിൽ അവരുടെ ഉത്തമ ധർമ്മങ്ങളെ അവലംബിച്ച് വരുന്ന ഭാര്യ 4 വീട്ടിൽ പോയിട്ട് നാഴി അവില് ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടി ഞാനിത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന ഉത്തമ അധികാരത്തിൽ ആണ് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പം തന്നെ ഭഗവാന് കമ്പി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി അയച്ചിട്ടുള്ള അവിൽ എന്തുകൊണ്ടാണ് ഇയാൾ എനിക്ക് തരാത്തത്? ലജ്ജ മൂലം ഒളിപ്പിച്ചുകൊണ്ടിരിപ്പൂ മഹാമതി. സംഗതി കുറച്ച് അല്ലേ? കൊടുത്തയച്ചൊരവിലിൻ പൊതി എൻ മുമ്പിൽ വയ്ക്കുവാൻ ലജ്ജ മൂലം ഒളിപ്പിച്ചുകൊണ്ടിരിപ്പൂ മഹാമതി. ഭക്താഭീഷ്ടങ്ങൾ വർഷിപ്പോനുടൻ ചങ്ങാതിതൻ മുഖം. ഭക്താഭീഷ്ടങ്ങൾ, ഭക്തൻ്റെ അഭീഷ്ടങ്ങളെ വർഷിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മൾ പോയിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ നടക്കണില്ല. കാരണം എന്താ? നമ്മൾ ഭക്തന്മാരല്ല. സത്യം. ഭക്തൻ എന്ന് പറഞ്ഞാൽ നിഷ്കാമ ഭക്തന്മാർ, ഒന്നും ചോദിക്കാത്തവരാ. അവരുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഭഗവാൻ അറിയും. അത് ഭഗവാൻ നടത്തി തരും. ഒന്നും ചോദിക്കേണ്ട ഇടമില്ല. ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 12 കൊല്ലമായി. എൻ്റെ 2 കുട്ടികളുടെ കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. എനിക്കൊന്നും ഒരു ചിന്തയില്ല കാര്യത്തിൽ. അതൊക്കെ മൂപ്പര് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഞാൻ ബോംബെ വിട്ട് വരുമ്പോൾ എൻ്റെ മകൻ MSc ആയിട്ടേ ഉള്ളൂ. അവിടുന്ന് അയാൾ ഏതൊക്കെ ഏണിപ്പടികൾ കയറി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാനൊന്നും ഇപ്പോൾ 9 10 പ്രഭാഷണത്തിന് ഞാൻ പോയിട്ടുണ്ട്, ദേവസ്വത്തിൻ്റെ ഗസ്റ്റായിട്ട്. അതായത് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് നടത്താം. അപ്പോഴും ഞാൻ അകത്ത് പോയി തൊഴുകയെ എനിക്ക് ഇന്ന ദിവസം നടത്തി തരണം ഞാൻ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിനറിയും. എനിക്കെന്താ ആവശ്യം ഒരു സാധാരണ നിലയ്ക്ക്, അതൊക്കെ ഭഗവാൻ കണ്ണ് അടച്ച് സാങ്ഷൻ ചെയ്യണം. അതിലെനിക്ക് സന്തോഷമുണ്ട്. സന്തോഷമല്ല, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, ഇനി എന്തൊക്കെ വിശേഷിപ്പുകളുണ്ടോ അതൊക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പറയാൻ ഒരു ജിജ്ഞാസ. എനിക്ക് അറിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഭക്താഭീഷ്ടങ്ങൾ വർഷിപ്പോനുടൻ ചങ്ങാതിതൻ മുഖം കുളിർക്കെ നോക്കിയും കൊണ്ട്. കുചേലൻ്റെ മുഖത്തൊക്കെ നോക്കി ഒരു ഭാവ വ്യത്യാസമില്ല, നാണം മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെ കൊടുക്കുക കക്ഷത്തുള്ളത്? ചിരിച്ച അരുളീ മെല്ലവേ ചിരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എനിക്കേകിടുവാൻ എന്തേ കൊണ്ടുപോകുന്നത് ചൊല്ലണം. ഭഗവാനൊരു ട്വിസ്റ്റ്. എനിക്കറിയാം ഭാര്യ അവൽ തന്നിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞാൽ ഭഗവാൻ സർവജ്ഞനാണ് എന്നുള്ളത് ഇത് അല്ലേ? ഇപ്പം ക്രെഡൻഷ്യൽസ് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്താ? എനിക്കേകിടുവാൻ എന്തേ കൊണ്ടുപോകുന്നത് ചൊല്ലണം, മടിക്കേണ്ട മനക്കാമ്പിൽ മഹാബ്രാഹ്മണനാം ഭവാൻ. അങ്ങ് ആരാ?
മഹാബ്രാഹ്മണനാം ഭാവം. ഇതാരാ പറഞ്ഞത്? കാശ് കൊടുത്ത അവാർഡ് വാങ്ങിയ ആളല്ല, ഭഗവാൻ. എല്ലാം അറിയുന്ന ഭഗവാനാണ് പറഞ്ഞത്. ഭക്തിപൂർവകം എന്തു നൽകിയിടിലും, ഇവിടെയാണ് വിശേഷണം. ഭക്തിപൂർവകം എന്ത് നൽകിയാലും ഞാൻ സ്വീകരിക്കും. ഭക്തിയില്ലാണ്ട് മഹാമേരു പർവ്വതം കനകം തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്നാണ്. ഇതാണ് ആപ്തവാക്യം. ഇത് ഓർമ്മയുണ്ടാവണം. ഭക്തിപൂർവകം എന്തു നൽകിയിടിലും അതൊക്കെയും സന്തോഷമാർന്നു കൈക്കൊള്ളും, സംശയിക്കില്ല ഞാനിതിൽ. അത്രയും വേണ്ട ഭക്തിക്ക് യത്നിപ്പോനാകിലും മതി. ഭക്തിക്ക് പ്രയത്നിക്കുന്നവനാണെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന ഇലയോ പൂക്കളോ വല്ല കായ്കൾ എന്നല്ല വെള്ളമോ. ഇലയോ പൂക്കളോ എന്തെങ്കിലും എന്താണെന്നാ പറയുക, കൂവളത്തിൻ്റെ ഇല അല്ലെങ്കിൽ തുളസിയുടെ ഇല. കൂവളം എന്ന് ഞാൻ പറഞ്ഞത് ശിവൻ്റെ പേരിലാണ്. തുളസിയുടെ ഇല, തുളസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായ, പഴുത്തത്, പഴം. വിലയില്ലാത്തതാണല്ലോ, പക്ഷെ ഭഗവാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താണെന്നാ പറയുക, പണ്ഡിതനും പാമരനും ഉള്ളവനും ഇല്ലാത്തവനൊക്കെ വാഴപ്പഴം കൊടുക്കും ഭഗവാന്, പഴം നേദിക്കുക. അപ്പോൾ ഇലയോ പൂക്കളോ വല്ല കായ്കൾ എന്നല്ല, ഒരു തുള്ളി വെള്ളം മതി. മനസ്സോടെ സമർപ്പിക്കിൽ അതെനിക്കെത്രയും പ്രിയം. പൂർണ്ണ മനസ്സുണ്ടായാൽ മതി, എനിക്ക് സന്തോഷമായി. വിതുരൻ്റെ ഗൃഹത്തിങ്കൽ ചെന്നേൻ ആ ഭക്തയാം സതി. ഇതെല്ലാറ്റിലും ഇല്ല ഭാഗവതത്തിലെ. എന്താ? വിതുരൻ്റെ ഗൃഹത്തിങ്കൽ ചെന്നേൻ ആ ഭക്തയാം സതി, അന്നേകിയ പഴത്തോൽ അതെല്ലാം ഭക്ഷിച്ചു പോയി ഞാൻ. അതായത് വിതുരൻ്റെ വീട്ടിൽ എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് എനിക്ക് രാജധാനിയിലത്തെ വലിയ ആർഭാടമായിട്ടുള്ള ആഹാരമൊന്നും വേണ്ട, ഞാൻ വിതുരൻ്റെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞോളാം, കഞ്ഞി കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ വിതുരൻ്റെ ഭാര്യ എടുത്തു, അതേ നമ്മൾ ഭഗവാൻ വരും എന്ന് വിചാരിച്ച് നല്ലൊരു കായ പഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ പഴം ഭഗവാന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ വിളിച്ച് നമുക്ക് കുറച്ച് പഴം തരാം, ഭഗവാൻ കഴിക്കണം, ഭർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. ഓ ശരി. ഇവരെന്ത് ചെയ്തു? ഭക്തി മൂത്ത് പഴം ജനാലയ്ക്ക് അപ്പുറത്തിട്ടു, പഴത്തോല് ഭഗവാന്റെ കൈ കൊടുത്തു. ആ കൈ കൊടുക്കുന്ന രീതിയുടെ പൂർണ്ണാവസ്ഥ ഭക്തിയായിരുന്നു. ഭക്തി അറ്റ് ഇറ്റ്സ് പീക്ക്, കൊടുമുടി കയറിയിട്ടുള്ളതാണ്. അദ്ദേഹം എത്ര പഴത്തോല് കൊടുത്തു അത്രയും പഴത്തോല് കൊടുത്തു. അപ്പോഴും ഈ സ്ത്രീക്ക് ഇതൊന്നും അറിയണില്ല. അപ്പം ഭഗവാന് കൊടുക്കണമെന്ന് വിചാരിച്ച എമൗണ്ട് അത് കഴിഞ്ഞു. ഇദ്ദേഹം നന്നായി, നല്ല സ്വാദുണ്ട് കേട്ടോ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ദുര്യോധനൻ്റെ അരമനയിൽ ദുശാസനൻ മുതലായിട്ടുള്ള ആൾക്കാർ ഭഗവാനെ കെട്ടിയിടാൻ ഉള്ള പരിപാടി ചെയ്തു. അതൊക്കെ ഫ്ലോപ്പായി. അദ്ദേഹം മറ്റേ വിരാട് സ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്തു. അത് കുറച്ച് ഭക്തിയുള്ള ചില ആൾക്കാരെ കണ്ടുള്ളൂ. കൃപാചാര്യർ, ദ്രോണാചാര്യർ, പിന്നെ പിതാമഹൻ, അത്രേ കണ്ടുള്ളൂ, ബാക്കി ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിതുരനും കണ്ടു, ഭക്തിമാനല്ലേ. അപ്പോൾ എന്നാൽ ഇനി ഞാൻ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അതെ, എനിക്ക് ആ പഴം തന്നൂലോ, അതിൻ്റെ ഒരു കന്ന് കിട്ടിയാൽ തർക്കടില്ല. ഇത്ര മധുരമുള്ള വാഴക്കന്ന് വിതുരൻ്റെ വീട്ടിലേ ഉള്ളൂ. അപ്പോൾ വിതുര വെച്ചു, അതെന്താ കൃഷ്ണ, ദ്വാരകയിൽ ഇന്ദ്രൻ്റെ അവിടെയുള്ള എന്താണെന്നാ പറയുക, ഒരു സുഗന്ധപൂർണമായിട്ടുള്ള പാരിജാതകം കൂടി ഉണ്ടല്ലോ, എന്തിനാ എന്നെ കളിയാക്കുന്നത്? അങ്ങനെയല്ല വിതുരരെ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞപ്പോഴാണ്, അയ്യോ എന്താണ് ഈ ഭഗവാനെ പറ്റി ഇനി എന്താ പറയുക,
ഭക്തന്മാരുടെ ഏത് അഭിലാഷങ്ങളെയും സാധൂകരിക്കാൻ ഏതറ്റം വേണമെങ്കിലും താഴാനും ഉയരാനും അദ്ദേഹം തയ്യാറാണ്. അതാണ് പറഞ്ഞത്. അന്നേകിയ പഴത്തോൽ അതെല്ലാം ഭക്ഷിച്ചു പോയി ഞാൻ ഭക്താവതം സമാം അങ്ങേ കൈ കൊണ്ടെന്തു നൽകിലും. അങ്ങയുടെ കൈ കൊണ്ട് എന്ത് തന്നെ തന്നാലും എനിക്ക് അത് അമൂല്യമാണ്. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എനിക്ക് അത് അമൃതത്തേക്കാൾ ഇഷ്ടമാണ്. ഓർക്കണം, സഖേ, എൻ്റെ സഖാവല്ലേ അങ്ങ് എന്ത് തന്നാലും ഞാൻ കഴിക്കും. ഈ വണ്ണം അമ്പാർന്നരുളി ചെയ്തും ആ ഭക്തപുങ്കവൻ ലക്ഷ്മീവരൻ്റെ തൃക്കൈയിൽ ചെറുതായോരവൽപ്പൊതി അതോ കീറമരത്തോലിൻ തുണ്ടും കൊണ്ടുപൊതിഞ്ഞതും കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ കഥകളിയിലൊക്കെ കക്ഷത്തുള്ളത് പിടിച്ചു വലിച്ചു എന്നൊക്കെയാണ് അല്ലേ? അതൊക്കെ ഭക്തിരസത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലക്ഷ്മീവരൻ്റെ തൃക്കൈയിൽ ചെറുതായൊരവൽപ്പൊതി അതോ കീറമരത്തോലിൻ. മരത്തോല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പണ്ടൊക്കെ സന്യാസിമാർ മരവുരി, മരത്തിൻ്റെ തോല് ചീന്തിയിട്ടുള്ളതാണ് ഉപയോഗിക്കുക. അതിന് പ്രത്യേക മരം ഉണ്ടാവും, നൈസായിട്ട് കിട്ടണതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണത്. അതോ കീറമരത്തോലിൽ തുണ്ടം കൊണ്ടു പൊതിഞ്ഞതും നൽകാതെ മുഖവും താഴ്ത്തി എന്തോ ചിന്തിച്ചിരിക്കവേ. അപ്പോഴും കയ്യിലാട് വെച്ച് കൊടുത്തിട്ടില്ല, ചിന്തിക്കുകയാണ് ഇത് എങ്ങനെ കൊടുക്കുക. നൽകാതെ മുഖവും താഴ്ത്തി എന്തോ ചിന്തിച്ചിരിക്കവേ സർവസാക്ഷി അലിഞ്ഞോർത്താൻ വിപ്രേന്ദ്രൻ വന്ന കാരണം. ദാരിദ്ര്യം കൊണ്ടാണ് വന്നത് എന്നുള്ളത് ഭഗവാന് കമ്പി കിട്ടിയണു ഉണ്ട്, ഭഗവാന്റെ ഉണ്ട്. ഭക്തിക്ക് വേണ്ടിയല്ലാതെ ഈ മഹാത്മാവ് ഒരു കാലവും ഭജിച്ചിട്ടില്ല. ഞാൻ എന്തു ചെയ്യണം അതുകൊണ്ടിനി? ഭക്തി, കളങ്കമില്ലാത്ത ഭക്തി തരണേ ഭഗവാനെ എന്ന് മാത്രമേ ഈ കുചേല ബ്രാഹ്മണൻ വീട്ടിൽ വിളക്ക് കൊളുത്തി ഭജിച്ചുള്ളൂ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, കളങ്കമില്ലാത്ത ഭക്തി തരണേ, കളങ്കമില്ലാത്ത ഭക്തി തരണേ. വീട് വേണം, വിശപ്പ് മാറ്റാൻ നിവർത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും എന്താ ആവശ്യം അത് ഇദ്ദേഹത്തിന് അറിയാം, ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയാണ്ടിരിക്കുമോ? ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. എല്ലാവരുടെയും മനസ്സിൽ എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാലോ. പിന്നെ നമ്മളെന്തിനാ പറഞ്ഞത്? എൻ്റെ കാർന്നവർ അതിസമർത്ഥമായിട്ട് എന്നെ തിരുത്തി 95 തന്നെ. രാമ 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 പാഹിമാം കസർത്തി വിട്ടു ഞാൻ. വേണ്ട, അത് അയാളുടെ ജോലിയാണ്, അയാൾ ചെയ്തോളും. ആ സമയത്ത് കൂടി നീയേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ബാക്കി ആൾ നോക്കിക്കോളും വന്നു. എനിക്കതിൽ നല്ല അഭിമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാനൊന്നും പറയാറില്ല ഭഗവാനോട്. പക്ഷെ ഭഗവാൻ ചിലവരെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. സാറേ എന്താ വേണ്ടത്, ഇതാ പിടിച്ചോളൂ. അങ്ങനെയുണ്ട്, അത് വേറെ കാര്യം. അറിഞ്ഞും അറിയാണ്ടേയും എന്നെ പലവരും, ശരിക്കും പറഞ്ഞാൽ 70കളിലെ പാട്ടം കിട്ടണത് നിർത്തിച്ചാൽ കൂടി എനിക്ക് ആരൊക്കെയോ പാട്ടം തരുന്നുണ്ട്. എന്തിൻ്റെ? സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ പാട്ടം. എടുത്താൽ പൊന്താത്തത് തരും ആൾക്കാർ. അപ്പോൾ ഭർത്തൃശുശ്രൂഷണം ചെയ്യുവാൻ മാത്രം ഓർത്തു പതിവ്രത, ഭർത്തൃശുശ്രൂഷണം മാത്രം ഓർത്തു പതിവ്രത ധനലേശം കൊതിച്ചേറെ നിർബന്ധിക്കുക. കാരണം കുറച്ച് പണം കിട്ടിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് ആ പതിവ്രതാ ശിരോമണിയായിരിക്കുന്ന ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞത് കേട്ടിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അതെനിക്കറിയാം. അപ്പോൾ കൊടുത്തയച്ചത് എൻ്റെ അവസ്ഥയ്ക്ക് വളരെ ചെറുതാണ് എന്നുള്ള ഒരു ബോധമാണ് ഈ ലജ്ജയ്ക്ക് കാരണം എന്ന് ഭഗവാന് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭർത്തൃശുശ്രൂഷണം ചെയ്യുവാൻ മാത്രം ഓർത്തു പതിവ്രത ധനലേശം കൊതിച്ചേറെ നിർബന്ധിക്കുക. കാരണം അത് 2-3 പ്രാവശ്യം കഴിഞ്ഞെടുത്തപ്പോൾ 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. എന്നെ സമീപിക്കുകയാൽ ഏകും ഞാൻ എത്രയും ധനം. അതുകൊണ്ട് എന്നെ സമീപിക്കുകയാൽ, എന്നെ
ആ മനസ്സോട് കൂടിയിട്ടാണല്ലോ വന്നത്. പറഞ്ഞില്ലേ എന്ന് സാരമില്ല, എനിക്കറിയാം. എന്നെ സമീപിക്കുകയാൽ ഏകും ഞാൻ എത്രയും ധനം. എത്ര എന്നുള്ളത് അൺകണ്ടീഷണൽ എണ്ണിയ തീരാത്തത്ര. അമരാധിപനും കാണെങ്കിൽ അസൂയപ്പെടും ആ വിധം. ഇന്ദ്രൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രന് അസൂയ തോന്നുന്ന രീതിയിൽ ഞാൻ ഇയാളേനെ ഉയർത്തും. ആരേനെ? കുചേലനെ. തരാൻ മടിക്കലും ഞാൻ എൻ്റെ ചങ്ങാതിയോട് വാങ്ങിടും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പതിവ്രതയായിരിക്കുന്ന ഭാര്യ കൊടുത്തയച്ച അവില് എനിക്ക് തരാൻ മടിക്കുകയാണെങ്കിലും ഈ വണ്ണം ഓർത്ത് ചങ്ങാതിയോട് വാങ്ങിടും. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അതാണ് ഭക്തൻ്റെ അവസ്ഥ. ഭക്തന്മാരാണല്ലോ ഇവിടെ. ഭഗവാൻ ഭക്തോത്തമൻ അല്ലേ? ഭഗവാൻ ഭക്തന്മാരുടെ ഏതാഗ്രഹം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഇതെന്തെന്നരുളി ചെയ്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുടൻ അഴിച്ചു നോക്കി അവിലിൻ എങ്ങ എത്ര സന്തോഷമാം സഖേ. ഇത് എന്തെന്ന് അരുളി ചെയ്ത് കൊണ്ട് പെട്ടെന്ന് എടുത്തുടൻ അഴിച്ചു നോക്കി. കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മറവുരി കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ആ അവിലിൻ പൊതി വാങ്ങി തുറന്നു നോക്കി, അഴിച്ചു നോക്കി. അവിൽ എത്ര സന്തോഷമാം സഖേ. 4 ലക്ഷം രൂപയുടെ അവിൽ ആണ് ഗുരുവായൂർ അമ്പലത്തിൽ എന്താ പറയുക വഴിപാട്. അത് കൂടാണ്ട് ആൾക്കാർ ചാക്ക് കണക്കിന് കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. 4 ലക്ഷം. എന്താപ്പോൾ പീഡിയക്കാരൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവില്ല. ഇനി ഇത് ബാക്കിയുള്ളത് അടുത്ത കൊല്ലത്തിലുണ്ടാവും. അല്ലാണ്ട് ഞാനെന്താ പറയുക. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ആരും ശ്രദ്ധിക്കണില്ല. ആരാണ് അവിൽ സമർപ്പിക്കേണ്ടത്? ഉള്ളവനോ ഇല്ലാത്തവനോ? ഉള്ളവൻ സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ആഢ്യത്തരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ധനം ഉണ്ടാവാൻ വേണ്ടി. അത് നടക്കുമോ? എനിക്ക് തോന്നണില്ല. വിശ്വാത്മാവാം എനിക്ക് ഇത്ര കൗതുകപ്രദമാകയാൽ വിശ്വം ഈ അവലോർത്തേടിൽ തന്നെ സംതൃപ്തമായി വരും. വിശ്വം ലോകരെ ഈ അവൽ ഓർത്തീടിൽ തന്നെ സംതൃപ്തരായി വരും. അടുത്തത് 19ാമത്തെ ശ്ലോകം ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അതെന്തോ വലിയൊരു സത്യമാവും. സാധനത്തിൻ വലുപ്പത്തിലല്ലെന്നെനിക്കെന്നും ആഗ്രഹം. നിങ്ങൾ എന്താണ് എനിക്ക് കാഴ്ചവെക്കണത്? അതിൻ്റെ വലുപ്പത്തിലല്ല, ഭാവത്തിലാണ് എനിക്ക് സന്തോഷം. സാധനത്തിൻ വലിപ്പത്തിലല്ല എനിക്കെന്നും ആഗ്രഹം, ഭാവത്തിൻ്റെ മഹത്വത്തിൽ മാത്രമാം വില കാണുമോ ഞാൻ. നിങ്ങൾ ഏതൊരു ഭാവത്തിലാണ് എനിക്ക് സമർപ്പിക്കണത്, അതാണ് എനിക്കിഷ്ടം. ഞാൻ മനസ്സിലാക്കണത് എന്ന് പറഞ്ഞു. അനേക കോടി ബ്രഹ്മാണ്ടനാഥൻ ഇങ്ങനെ ചൊല്ലുകയും അവിലിൻ പിടി ഒന്ന് അമ്പാർന്ന് അമൃതേത്തു കഴിക്കുകയും. അമൃതേത്ത് എന്നാണ് ദേവന്മാർ ഭക്ഷിക്കുന്നതിന് അമൃതേത്ത് എന്നാണ്. അവിലിൻ പിടി ഒന്ന് അമ്പാർന്ന് അമൃതേർത്ത് കഴിക്കുകയും ഒപ്പം കഴിഞ്ഞു. പെട്ടെന്ന് എടുക്കലും വാരലും കഴിക്കലും കഴിഞ്ഞു. ഒപ്പം കഴിഞ്ഞു പിന്നീടും എടുത്തു ഉണ്മാൻ തുടങ്ങവേ. രണ്ടാമതൊരു വാരി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും തടഞ്ഞു വിപ്രൻ കേൾക്കാതെ മെല്ലവേ ചൊല്ലി രുക്മിണി. ഒരു സ്വകാര്യം പറയണ്ട്. അദ്ദേഹം കേൾക്കണ്ട, ഞാൻ കൈ പിടിക്കാം, നീ കഴിക്കണ്ട. ഇപ്പൊക്കെ വീട്ടിൽ ഭർത്താവ് രുചിയുള്ളത് എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ ഭാര്യ വന്ന് രുക്മിണി പിടിച്ച കൂടുതൽ പിടിക്കും. എന്താ വെച്ചാൽ കൊളസ്ട്രോളാണ്, ഷുഗറാണ്, അതിങ്ങ് കഴിക്കണ്ട. നമ്മളോടുള്ള സ്നേഹമല്ല, നമ്മൾ തട്ടിപ്പോയ അവരുടെ സ്ഥിതി എന്താ അല്ലേ? ആലോചിച്ച് നോക്കണ്ടേ. അവർക്ക് അതിനുള്ള അധികാരം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിലിൻ പിടിയൊന്നമ്പാർന്നമൃതേത്ത് കഴിക്കയും ഒപ്പം കഴിഞ്ഞു പിന്നീടും എടുത്തുണ്മാൻ തുടങ്ങവേ തടഞ്ഞു വിപ്രൻ കേൾക്കാതെ മെല്ലെ വെച്ചൊല്ലി രുക്മിണി തൃക്കൺ പാർത്തീടിൽ അവിടേക്ക് എത്രയും തൃപ്തിയാം വിധം. ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പിടി അവില് അങ്ങ് കഴിച്ചിട്ടുണ്ടല്ലോ,
അങ്ങയ്ക്കും തൃപ്തിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ അവിടെയും തൃപ്തിയായിട്ടുണ്ടാവും. ഇനി രണ്ടാമത് വേണ്ട. തൃക്കൻ പാർത്തിയിടിൽ അവിടേക്ക് എത്രയും തൃപ്തിയാം വിധം ഇഹവും പരവും സർവസമ്പത്തിനും ഇതേ മതി. അദ്ദേഹത്തിന് ഇഹവും പരവും സർവസമ്പത്തിനും ഇതേ മതി. പ്രസാദം ഇത് ഞങ്ങൾക്കും ഉറക്കെ ചൊല്ലി വാങ്ങിനാൾ. മെല്ലെ ഇത് പറഞ്ഞു, ആ പ്രസാദങ്ങൾ മതി എന്ന് കഴിച്ചതിന് ഞങ്ങൾക്കൊക്കെ ഇത് ബ്രാഹ്മണൻ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കണം, അങ്ങോട്ട് തരും പറഞ്ഞിട്ട് വാങ്ങി. മനസ്സിലായില്ലേ? പ്രസാദം ഇത് ഞങ്ങൾക്കും ഉറക്കെ ചൊല്ലി വാങ്ങിനാൾ. സുഖമാർന്ന വിടമാണ് അന്നു ബ്രാഹ്മണോത്തമൻ. ഇതിൽ ഒരു തമാശ പറയാം. ഈ 23-ാമത്തെ വരിയിൽ 4-ാമത്തെ വരി, 3-ാമത്തെ വരി സുഖമാർന്ന അവിടം വാണാൻ അന്ന് രാവണോത്തമല്ല എഴുതിയിട്ടുള്ളത്. അത് ആ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ബ്രാഹ്മണോത്തമൻ എന്നാണ് വേണ്ടത്. അല്ലെങ്കിൽ അന്ന് രാവ് അവിടെ കഴിച്ചു കൂട്ടിയെന്ന് അർത്ഥം വരണം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഞാൻ രാവ എന്നുള്ളത് വെട്ടിയിട്ട് പിന്നെ ബ്രാഹ്മ എന്നാക്കിയിട്ടുണ്ട്. ഇവിടെ കാണാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ തമാശയാണ്, പക്ഷേ നമ്മൾക്ക് സംഗതി അറിയാം. അപ്പോൾ ഭഗവാന്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കത് അർത്ഥം ശരിയാക്കണമല്ലോ. ആ ബ്രാഹ്മണൻ എഴുതി വെച്ചു. അവിടെ നിർത്താം. പ്രസാദം ഇത് ഞങ്ങൾക്ക് മുറക്കെ ചൊല്ലി വാങ്ങിനാൽ സുഖമാർന്ന വിടം വാണാൻ അന്ന് ബ്രാഹ്മണോത്തമൻ. ഇനി 24-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നാളെ പറയാം. ഇന്നിപ്പോൾ ആയില്യാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണത് 6:50 ഇനി വേണം നമ്മുടെ നാഗക്ഷേത്രത്തിൽ ഒരു 123 ചരാതൊക്കെ കത്തിക്കണം. പെർമനൻ്റ് ചരാത കേട്ടോ, പിത്തളയിൽ വാർത്ത ഓടിൽ വാർത്തകളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.